സുഗന്ധഗിരി മരമുറി കേസിൽ കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ചറെ സ്ഥലം മാറ്റി. റേഞ്ചർ എ പി സജീവനെ വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിലേക്കാണ് മാറ്റിയത്. ഡിഎഫ്ഒ സജ്ജനെയും കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു. സജീവൻ രഹസ്യ വിവര ശേഖരണത്തിൽ വീഴ്ച വരുത്തിയെന്ന് വനം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവരുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ ഒരു സംഭവത്തിൽ വീണ്ടും വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. അല്പസമയം മുമ്പാണ് എ പി സജീവിനെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയ ഒരു ഉത്തരവ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ DFOയെയും സ്ഥലം മാറ്റുന്ന ഒരു ഉണ്ടായിരുന്നു. അതായത് DFO സജിനെയും അടക്കം അല്ലെങ്കിൽ എ പി സജീവിനെ അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നിലപാടായിരുന്നു ആദ്യം വകുപ്പെടുത്തത്. പിന്നീട് അത് തിരുത്തുകയായിരുന്നു. തുടർന്ന് ഇവരെ സ്ഥലം മാറ്റുകയും സജിനെ അടക്കം സ്ഥലം മാറ്റുകയും ഇപ്പോൾ എ പി അനിൽകുമാറിനെ അടക്കം സജീവിനെ അടക്കം സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സുഗന്ധഗിരിയിൽ നിന്നും 20 മരങ്ങൾ മുറിക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നു. അവിടെ 100-ലധികം മരങ്ങൾ മുറിച്ചു എന്നായിരുന്നു അവിടെയുള്ള നടപടിയെടുത്തത്. അതിൽ നിരവധി പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഇതിൽ മൗന അനുവാദം നൽകി എന്നുള്ളതാണ് DFOയ്ക്കെതിരെയും അതുപോലെ തന്നെ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ചർക്കെതിരെയും അടക്കമുള്ളവർക്കെതിരെയുള്ള ഒരു ആരോപണമുയർന്നത്. പിന്നീട് വിജിലൻസ് അന്വേഷണം നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായി തന്നെ DFO സജനക്കടക്കം വീഴ്ച വരുന്നതായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടും അത് കൃത്യമായി അറിയിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ചറെ സ്ഥലം മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവിടെ നടപടിയെടുത്തില്ല, വേണ്ട വിധത്തിലുള്ള നടപടിയെടുത്തില്ല, അവിടെ ഫീൽഡിൽ എത്തിയില്ല എന്നുള്ള സാഹചര്യം ഉന്നയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സജനെ അടക്കം DFO സജനെ അടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ശരി, അർജുനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.